ഹായ് കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഡ്രോയിങ് പഠിക്കാൻ ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്ക് വരച്ചു തുടങ്ങിയാലോ? ആദ്യം നമുക്ക് വേണ്ടത് പെൻസിൽ, റബ്ബർ, കളർ. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. വാട്ടർ കളർ ചെയ്യാം, പെൻസിൽ കളർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികൾ കൊടുക്കുന്ന എല്ലാ വിധത്തിലുള്ള കളറുകളും നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചോയ്സ് ചെയ്തത് വാട്ടർ കളറാണ്. പിന്നെ ഒരു ഡ്രോയിങ് ബുക്കും ആവശ്യമാണ്. അല്ലാത്തവർ ഒരു വെള്ള പേപ്പർ ആയാലും പ്രശ്നമില്ല. അതിനുശേഷം ഡ്രോയിങ് ബുക്കിൻ്റെ പകുതി ഇതേമാതിരി മടക്കിയെടുക്കുക. വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ബുക്കിൻ്റെ പകുതി ഭാഗത്തിലേക്ക് മാത്രമാണ് നമ്മൾ ചിത്രം വരക്കുന്നത്. അതിൽ പകുതി ഭാഗം ഇതേമാതിരി മടക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഞാനിവിടെ വാട്ടർ കളർ ആദ്യം ആയിട്ട് കൊടുക്കാൻ പോകുന്ന കളറ് പച്ച കളറാണ് ഞാൻ ചോയ്സ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമുക്കിതിൽ നിന്ന് പഠിക്കാം. ആദ്യം ഞാനിവിടെ എടുക്കുന്നത് ഒരു പച്ച കളറാണ്. വാട്ടറിൽ മുക്കിയിട്ട് അത് കളർ എടുത്തതിന് ശേഷം അത് നമ്മുടെ ഡ്രോയിങ് ബുക്കിലേക്ക് വരക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പോകുന്നത് റെഡ്, അതായത് ചുവപ്പ് കളറ് അതിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ റെഡ് കളർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പോകുന്നത് ബ്ലൂ, നീല കളർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് ശേഷം നമ്മൾക്കൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത് കാണും. അപ്പോൾ ഏതായാലും കൊടുത്ത ശേഷം അതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒരു ചിത്രം വരക്കാൻ പോകുന്നത്. ചിത്രം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരക്കാം എന്നതാണ്. അത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കണം വരയ്ക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇതാ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ചിത്രം ഇതിലേക്ക് പതിഞ്ഞു വരുന്നത് നിമിഷങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. അത് നമ്മുടെ ഇതാ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരക്കാൻ പോകുന്നത് എ എന്നുള്ള അക്ഷരം, ക്യാപിറ്റൽ ഇംഗ്ലീഷിൽ എ എന്നുള്ള അക്ഷരമാണ് ഞാൻ ഇതിലേക്ക് വരക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള പെൻസിൽ ആദ്യം റെഡിയാക്കി വയ്ക്കാൻ പറഞ്ഞ് പെൻസിൽ വേണം. ഇപ്പോൾ പെൻസിൽ എടുത്തിട്ട് റഫ് ആയിട്ട് നമ്മൾ എ വരയ്ക്കുക. അതിനുശേഷം ആ എയുടെ മുകളിലൂടെ കറുത്ത കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് കറുപ്പാണ്. കാരണം കറുപ്പ് എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ്. അതുകൊണ്ട് ഞാൻ കറുപ്പ് തന്നെയാണ് ചോയ്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കളർ വേണമെങ്കിലും ചോയ്സ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ മടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കറുപ്പ്. കാരണം എടുത്ത് കാണാൻ പറ്റിയ അതിനെ ഒന്ന് മഞ്ച് കാണണമല്ലോ, അതിനുവേണ്ടി ഞാൻ കറുപ്പാണ് ചോയ്സ് ചെയ്തിരിക്കുന്നത്. കറുപ്പ് അതിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കറുപ്പ് കൊടുത്തതിന് ശേഷം അത് ഒരു മൊഞ്ചുള്ള എ ആയി മാറുകയാണ്. അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മൾക്ക് അതിനെ ഒന്ന് പൊക്കി കാണാൻ വേണ്ടിയുള്ള 3D എന്ന് പറയാം, അതിനെ 3D രൂപത്തിലേക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് അടുത്തായിട്ട് കാണാൻ പോകുന്നത്. അതിന് ഞാൻ ചോയ്സ് ചെയ്യാൻ പോകുന്നത് ഒന്നുമില്ല, കറുപ്പിൻ്റെ അയകല്ലേ റെഡ്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് റെഡ്. അപ്പോൾ റെഡ് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വാട്ടറിലേക്ക് ബ്രഷ് മുക്കിയിട്ട് റെഡ് ഒന്ന് കിളച്ചെടുത്തതിന് ശേഷം റെഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. റെഡ് അതിലേക്ക് നമുക്ക് അതിനെ ഒന്ന് 3D ആക്കാൻ വേണ്ടി, ആ എയിനെ ഒന്ന് 3D ആക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒന്ന് സൈഡിലൂടെ നമുക്ക് 3D ആക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു കളർഫുൾ എ, അതെ ക്യാപിറ്റൽ ഇംഗ്ലീഷിൽ അക്ഷരമായ ക്യാപിറ്റൽ എ ആണ് നമ്മൾ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലാസ്റ്റിൻ്റെ ഫിനിഷിംഗ് ഘട്ടമാകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് വരച്ച് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതേമാതിരിയുള്ള പല രൂപത്തിൽ ഉള്ള വീഡിയോസ് കുട്ടികൾക്ക്
കാണാൻ പറ്റിയ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ നല്ല രീതിയിലൊരു ഡ്രോയിങ്കാരനാകാൻ പറ്റിയ വീഡിയോ, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ച് മിടുക്കരാകാൻ പറ്റിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് ഗുഡ് ബൈ.